ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിവട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പലരും ചെയ്യാറുണ്ടാകും, പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉള്ളിവടനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതിലേക്ക് 2 വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 തവി കടലമാവും 2 തവി മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതിയായിട്ടാണ് കേട്ടോ കടലമാവ് എടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം ഈ സവാളയിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ മാത്രം ചേർത്ത് കൊടുക്കട്ടെ. അതായത് ഇതുപോലെ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് നമുക്ക് കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അത് നന്നായിട്ട് പ്രസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വേർഷൻ. അപ്പോൾ ഇതാ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി നോക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് മാവൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ 15 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ചും കൂടി ലൂസായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനിയിപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഈ പരത്തിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ ഉള്ളിവടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ 2 സൈഡ് ഒരുപോലെ മുരിഞ്ഞ് വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് സമയം എണ്ണയിൽ വെക്കരുത് കേട്ടോ, അപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തിട്ട് അത് എണ്ണയിൽ നിന്ന് മാറ്റാം. എങ്കിലേ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിവടയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇനി ചെയ്ത് നോക്കുക കേട്ടോ ഉള്ളിവട തയ്യാറാക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.